ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ലൈഫിലത്തെ ഏറ്റവും മീൻസ് എൻ്റെ ലൈഫിൽ ഉണ്ടായ ഒരു ഹാപ്പി മൊമെൻറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടില്ല ഇത്ര പെട്ടെന്ന് എനിക്ക് ചാനൽ മോണിറ്റൈസേഷൻ ആവും, പോരായിട്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നുള്ള കാര്യം ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണല്ലോ. എനിക്ക് സന്തോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാനോ അല്ലെങ്കിൽ നമുക്കതൊന്ന് ഏർണിങ്സ് കിട്ടും, നമ്മൾ അതിന് കുറച്ചുകൂടി എഫേർട്ട് ഇടണമെന്ന് ചിന്തിച്ചിട്ട് എഫേർട്ട് ഇടാനോ അതിനൊന്നും ഞാൻ നിന്നിട്ടില്ല കേട്ടോ. ഇത് ഞാൻ ഒരു 3 months ആയിരുന്നു ഇപ്പം എൻ്റെ ചാനൽ തുടങ്ങിയിട്ട്. എൻ്റെ ചാനൽ കണ്ടുവന്ന ആൾക്കാർക്ക് അറിയാം, 3 months ഞാൻ ചാനൽ തുടങ്ങിയിട്ടായിട്ടുള്ളൂ. എനിക്ക് ഇത്ര പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് 10K ആയി, 10K ആവുന്നു, എൻ്റെ വ്യൂസ് കറക്റ്റ് ആവുന്നോ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ചാനൽ തുടങ്ങി എനിക്ക് മമ്മനെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നു, മമ്മക്കൊരു താങ്ങ് വേണമെന്നുള്ള കാരണം കൊണ്ട് ഇപ്പം തന്നെ ഞാൻ ഇൻ്റർവ്യൂവിന് പോയൊക്കെ ജോലി കിട്ടില്ല, ജോലി കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് എൻ്റെ കാര്യങ്ങളിൽ അറ്റ്ലീസ്റ്റ് നോക്കാൻ പറ്റുന്ന തരത്തിൽ എനിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റിയെന്നെങ്കിലും ചിന്തിച്ചിട്ട് അങ്ങനെ തുടങ്ങിയതാണ് കേട്ടോ. അപ്പം ഓൾറെഡി ഇന്നെ കൂൾ ടൈംസ് വിത്ത് മീ എന്ന് പറഞ്ഞ ചാനലിൽ കണ്ട് അറിയുന്ന ആൾക്കാരും കൂടി ഉള്ള കാരണം കൊണ്ടാണ് എനിക്ക് ഇത്രയും പെട്ടെന്ന് എന്താ പറയുക ചാനൽ ഇത്രയും പെട്ടെന്ന് വളരാൻ പറ്റിയതും എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയതും എനിക്ക് പൈസ കിട്ടിയതും ഒക്കെ കാരണം കൊണ്ടാണ് കേട്ടോ. ആദ്യം തന്നെ ഞാൻ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ആണ് പറയണത്. എനിക്കെന്താ പറയേണ്ടത് തന്നെ അറിയണില്ല. എൻ്റെ അക്കൗണ്ടിലേക്ക് ആദ്യം പൈസ ചാടിയപ്പോൾ ഞാൻ ഇതാണോ പൈസ വന്നു ഇത്ര പെട്ടെന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ട് ഞാൻ ഭയങ്കര വണ്ടടിച്ചിരിക്കുന്നത്. മമ്മനോടൊക്കെ പറഞ്ഞപ്പോൾ മമ്മക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ എന്നോട് ഇനിയും ഇതേപോലെ വീഡിയോസൊക്കെ ഉണ്ടാക്കി പൈസ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് മമ്മ കുറേ മോട്ടിവേഷൻ തന്നു. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്ന്. എനിക്ക് എന്താ പറയേണ്ടത്, എങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ട ഹാപ്പിനെസ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ടത് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ റവന്യൂ എത്രയെന്നൊക്കെ ചോദിക്കുമ്പോൾ എത്രയെന്ന് പറയാൻ കറക്റ്റ് എമൗണ്ട് പറയാൻ പാടില്ലല്ലോ, ആരും പറയാറില്ലല്ലോ. എന്നാൽ ഞാൻ ഏകദേശം ഒരു എമൗണ്ട് പറഞ്ഞുതരാം. 10Kൻ്റെ അടിയിലേക്കാണ് കേട്ടോ എനിക്ക് ഇപ്രാവശ്യത്തെ റവന്യൂ വന്നത്. ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ട് 10K അല്ലാതെ അതിലപ്പുറത്തേക്ക് എനിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റട്ടെ, വീട്ടിലത്തെ ഏറെക്കുറെ കാര്യങ്ങളെങ്കിലും എന്നെ കൂടെ നോക്കാൻ പറ്റട്ടെ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഞാൻ വീണ്ടും കൊച്ചിക്ക് പോവുകയാണ്. എനിക്ക് വീണ്ടും കൊച്ചിക്ക് പോകേണ്ട ആവശ്യമുണ്ട്. എനിക്ക് എക്സാം ഉണ്ട് കേട്ടോ. അപ്പോൾ എക്സാം എഴുതാൻ വേണ്ടി ഞങ്ങളെ വിഷനിൽ കുറേ ബ്രാഞ്ചുകളുണ്ടല്ലോ. അപ്പോൾ ഈ ബ്രാഞ്ചുകളിൽ ഒരു ബ്രാഞ്ചാണ് വിഷന് കൊച്ചിയിലുള്ളത്. അപ്പോൾ എനിക്ക് കൊച്ചി വെച്ചിട്ടാണ് എക്സാം. അപ്പോൾ അത് ഞാൻ ഇന്ന് വൈകുന്നേരം കൊച്ചിക്ക് പോകും. എന്നിട്ട് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ രാവിലെ തന്നെ ഞാൻ ഇങ്ങോട്ട് വരും ചെയ്യും കേട്ടോ. കുറേ ദിവസം സ്റ്റേ ഒന്നുമില്ല, കാരണം എനിക്ക് ഇനിയും കുറേ പരിപാടികളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. ഈ ഒരു എക്സാം കഴിഞ്ഞാൽ ഞങ്ങൾ വിഷനുമായിട്ടുള്ള ബന്ധം അമ്മ വന്നല്ലോ. ഈ ഒരു എക്സാമും കൂടി കഴിഞ്ഞാൽ പിന്നെ വിഷനക്ക് പോക്കേ ഉണ്ടാവില്ല. പിന്നെ ഞാൻ വീട്ടിലിരുത്താൻ തന്നെ കാരണം പിന്നെ 2 എക്സാമും കൂടെ ബാക്കിയുള്ളൂ. അത് പിന്നെ ഇടക്കും നിലക്ക് പോയിട്ട് ക്ലാസ്സിൽ പോയിട്ട് എഴുതിയാൽ മതി. എല്ലാവർക്കും വിഷനായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. അങ്ങനെ പഠിത്തം അവസാനിച്ച് ഞാൻ വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥയിൽ വരും. അപ്പോൾ വീട്ടിലിരിക്കേണ്ട അവസ്ഥയിൽ വരുമ്പോൾ ഇനിയും കുറേ വീഡിയോസ് ഇട്ടിട്ട് ഇപ്പോൾ $100K അല്ല $100 ആണല്ലോ എനിക്കായത്. അപ്പോൾ അതിൻ്റെ മേലക്ക് എനിക്ക് വരുത്താൻ ഇതെന്താ ചിക്കുവാ. അപ്പോൾ മമ്മ പുറത്ത് പോയി വന്നപ്പോൾ കൊടുന്നതാണ് കേട്ടോ. സ്ട്രോൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ അമൃത്തും. അപ്പോൾ എന്താ പറഞ്ഞു വന്ന് ഫുഡ് കണ്ടപ്പോൾ എൻ്റെ കോൺസെൻട്രേഷൻ പോയി. അപ്പം അങ്ങനെ കൊച്ചിക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. 10 ദിവസത്തിന് പോയപ്പോൾ ഞാൻ തലേ ദിവസം മുതൽ തന്നെ ഞാൻ എല്ലാ പാക്കിങ്ങും ഒക്കെ ചെയ്ത് വെച്ചിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഒരു പാക്കിങ്ങും ചെയ്ത് വെച്ചില്ല. എനിക്ക് ഇനി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ എനിക്ക് അതിന് പോകണം. കാരണം ഒരു 3:15 ആകുമ്പോഴെങ്കിലും ഇവിടുന്ന് ഇറങ്ങണം. എന്നിട്ട് 3:45 ട്രെയിൻ. ഞങ്ങൾ എപ്പോഴും പോകണം ട്രെയിനാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇവിടുന്ന് ഒരു 3 മണിക്ക് ഒരുങ്ങിയിട്ട് ഒരു 3:15 ഇറങ്ങി പോകണം എന്നുള്ള രീതിയിലാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എക്സാമിന് പ്രത്യേകിച്ച് ഒന്നും പഠിച്ചിട്ടില്ല, അതിൻ്റെ ഒരു പേടിയുണ്ട്. ഒരു സാധനം എടുത്ത് വെച്ചിട്ടില്ല, അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് വേണം എനിക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പോകാനുള്ള ഒരുക്കങ്ങൾ ചെയ്യട്ടെ. അപ്പോൾ ഒരു വട്ടം കൂടി എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനിയും ഇതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതേപോലെ തന്നെ മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇതുപോലെ എന്നല്ല, ഇതിനേക്കാൾ മേലെ, അതുക്കും മേലെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഇവിടെ പുറത്ത് നല്ല മഴയാണ്. ഞാൻ ഇനി കൊച്ചിക്ക് വരുന്ന വീഡിയോസ് ഒക്കെ കൂടി ഞാൻ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. കാരണം എക്സാമിനാണ് പോണത്. എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുമോ എന്താണെന്ന് എനിക്കൊരു അറിയാൻ പാടില്ല, പക്ഷെ എടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ മറ്റും കാണാൻ ഞാനിത് നിങ്ങളോട് ഈ സന്തോഷം എത്രയും പെട്ടെന്ന് പറയണമെന്ന് ആഗ്രഹമുള്ള കാരണം കൊണ്ടാട്ടോ ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്തത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ.